ഞായറാഴ്ച ഒരു അഡാർ ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് നമ്മളെ ചലഞ്ചിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവുകയാണ്. അതിനു മുന്നേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മിസ്റ്ററി ബോക്സ് ഇവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ 3 കളർ പേപ്പേഴ്സും ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹാൻഡ് വേഴ്സസ് ഫുൾ ഷവായി ഈറ്റിംഗ് ചലഞ്ചാണ്. വെറുതെ ആർക്ക് വേണമെങ്കിലും ഒരു ഫുൾ ഷവായി എടുത്ത് തിന്നാൻ അതൊരു ഗുമ്മില്ലല്ലോ. അപ്പോൾ ഗുമ്മോടെ ചെയ്യണമെങ്കിൽ ഒരു ട്വിസ്റ്റ് വേണമല്ലോ. ആ ട്വിസ്റ്റാണ് ഈ ട്വിസ്റ്റ്. യെസ്, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുണ്ടല്ലോ ഈ ഹോളിൽ കൂടെ കൈയിട്ട ശേഷം അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്യാൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന ഏത് കളർ ക്യാനാണോ വരുന്നത് അത് നമ്മൾ ഈ പേപ്പറിൻ്റെ പുറത്ത് വയ്ക്കുക. സെയിം കളർ പേപ്പറിൻ്റെ പുറത്ത് വയ്ക്കാം. ഓക്കെ, ഈ പേപ്പറിൻ്റെ അടിയിലാണ് വേറൊരു ട്വിസ്റ്റ് പേപ്പർ ഉള്ളത്. അത് എന്ത് ട്വിസ്റ്റ് പേപ്പറാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ ഗെയിം കളിച്ചിട്ട് നമുക്ക് എന്ത് ട്വിസ്റ്റ് പേപ്പർ എന്ന് അറിയാം. ഓക്കെ, കമോൺ. അപ്പോൾ അതാ നമ്മൾ സെലക്ഷൻ പ്രോസസ്സിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ആദ്യം ആര് സെലക്ട് ചെയ്യും? ഞാൻ തേർഡ്. അല്ല, എനിക്ക് തേർഡ് വേണ്ട, എനിക്ക് സെക്കൻഡ് ആണ്. ഫസ്റ്റ് വേണ്ട, എനിക്ക് സെക്കൻഡ് ആണ് ലക്കി നമ്പർ. എന്നാ പിന്നെ 5 കിട്ടും. എന്നാ പിന്നെ തേർഡ്. ഓക്കെ, ഞാൻ തേർഡ് സെലക്ട് ചെയ്യും. എനിക്ക് ടെൻഷൻ ആവുന്നു, എന്താണെന്ന് പറഞ്ഞു. സെക്കൻഡ് എനിക്ക് മാത്രം അപ്പോൾ നമ്മളെ കളേഴ്സ് നമ്മളെ കളേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് എന്ത് ട്വിസ്റ്റ് ആണ് നമുക്ക് കണ്ടറിയാം. ഓക്കെ, ഫസ്റ്റ് എടുത്ത ആളെന്നെ എടുത്തു നോക്ക്. അത് അവിടെ ആദ്യം കാണിക്കണം, അങ്ങനെ കാണിക്കണം. ഓക്കെ, എന്തിനാണ് നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അതൊക്കെ ഫസ്റ്റ് എടുത്താൽ മതിയായിരുന്നു. ഞാൻ തന്നെ മിക്കവാറും ഹാപ്പി. കുഴപ്പമില്ല, 200 കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, 190 എനിക്ക് കിട്ടിയില്ല, അത്രയും മതി. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും. ഏട്ടനാണെങ്കിൽ 2 ഹാൻഡ്, 1 ഹാൻഡ്. മാളും ഒരു വെറും ഹാൻഡേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഇത് എന്ത് ചലഞ്ച് എന്ന് വെച്ചാൽ ഏട്ടനാണെങ്കിൽ ഷവായി 2 കൈ കൊണ്ടും കഴിക്കാം. ഓക്കെ, എനിക്ക് ഒറ്റ കൈ മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. മാളു ബാക്കിൽ കൈ കെട്ടിയിട്ടാണ് മാളു ഷവായി ഫുള്ളായിട്ട് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അതുമാത്രമല്ല, വെള്ളം കുടിക്കണം. എന്ത് വെള്ളം വേണമെന്ന് പറഞ്ഞാലും എന്ത് വേണമെങ്കിലും കൈ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. വെള്ളം കുടിക്കണമെങ്കിൽ വായിൽ മാത്രമേ വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. അതാണ് ഏറ്റവും വലിയ ആദ്യത്തെ റൂൾ. ആൻഡ് 30 മിനിറ്റ്സ് ടൈമാണ്. ഈ 30 മിനിറ്റ്സ് ടൈമിൽ നമ്മൾ ഈ ഫുൾ ഷവായി കഴിക്കണം. അതും ഏട്ടൻ 2 ഹാൻഡിൽ 2 ഹാൻഡ് വെച്ച് ഏട്ടൻ കഴിക്കും, ഞാൻ ഒറ്റ കൈ കൊണ്ട് കഴിക്കും, മാളും കയ്യേ ഇല്ലാതെ കഴിക്കും. ഓക്കെ, അതാണ് ആക്ച്വലി ഈ ഗെയിം. ആൻഡ് ഈ ഗെയിം തോൽക്കുന്ന ഒരാൾക്ക് പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ മാളും അതിന് ചിലപ്പോ തോക്കാൻ വേണ്ടി പോകണം. അപ്പൊ നമുക്ക് ചാലഞ്ചിലേക്ക് പോകും. നമ്മളെ 3 പേരുടെ മുന്നില് ഷവായികൾ എത്തിയിട്ടുണ്ട്. ഭയങ്കര കൊതി വന്നിട്ട് വയ്യ. അതിന്റെ മണം എന്ന് പറഞ്ഞാൽ അസഹനീയമായ മണമാണ്. ഇതിൽ എനിക്ക് ഏറ്റവും സങ്കടകരമായ അവൾ ഒന്നാലെ വിശന്നാണ് കേട്ടോ ഇരുന്നത്. ആ വിശപ്പിൽ അവൾ എന്നോട് പറഞ്ഞോടിക്കണം, അമ്മ എനിക്ക് വിശന്നിട്ടായ നമുക്ക് പെട്ടെന്ന് ചാലഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് പാവം അവൾക്ക് കിട്ടിയത് 2 ഹാൻഡ് ചലഞ്ചാണ്. പാവം കുഴപ്പമില്ല കേട്ടോ. എന്തായാലും ഫുൾ ഷവായി നമുക്ക് തരണമല്ലോ, അതിന് നമ്മൾ എന്തെങ്കിലും താങ്ക്സ് പറയണം. യെസ്. അപ്പം പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മളെ ചലഞ്ചിലേക്ക് പോകാം. മൈനേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. മൈനേഴ്സ് ഒക്കെ ടച്ചിങ്സിന് വേണ്ടിയാണ്, അതൊക്കെ നമുക്ക് ചെയ്യാൻ. വേറെ തോന്നില്ലേ, കുബൂസ് പറ്റി തോന്നുന്നുണ്ട്. കുബൂസ് വേണ്ടതിന് ഓ സോറി, ഒരു കൈ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, ഞാൻ മറന്നു. ഞാൻ ഒരു ഫ്ലോയില് ഞാൻ സമ്മതിക്കില്ല.
2, 1, go! എപ്പോഴും ദൈവം ഇവരെന്തിനാ ഇങ്ങനത്തെ എല്ലാ കാര്യം കൊടുക്കണം. വെള്ളം മാറ്റിയെടുക്കാൻ എടാ. മൈനസ് നോക്കി തിന്നമ്മോ, നല്ല ടേസ്റ്റ് ഉണ്ട്. മാളു മൈനസ് വേണോ? ഇന്ന് തോക്കാവണ മിക്കവാറും മാളുമായിരിക്കും. പിന്നെ മാളുവിന് പാവമില്ല, പീസ് ചിലപ്പം അറക്കാൻ വേണമെങ്കിൽ നമുക്ക് സഹായിച്ചെടുക്കാം അല്ലേ? ഇല്ല, അതല്ല സ്വന്തം വെച്ചാണ് ചേട്ടാ. നോ ഹാൻഡ് മീൻസ് നോ ഹാൻഡ്. നോ, അതൊക്കെ അവൾ ട്രൈ ചെയ്യണം. തലകൊണ്ട് ഇടിച്ചതറിയോ? വേണം. പണ്ട് 2 ഹാൻഡ് കൊടുക്കാം, 2 ഹാൻഡ് ഉപയോഗിക്കാതെ 1 ഹാൻഡ് മാത്രം ചെയ്തെനിക്ക് എന്ത് പറയാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പീസാണ് കേട്ടോ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വിങ്സ് പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറയാൻ പറ്റില്ല, അടിപൊളിയാണ്. ഒന്നും കഴിച്ചിട്ടില്ല. ഈ ചാലഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 3 നേരം ഒന്നും കഴിക്കാതെയാണ് ഇരുന്നത്. അമ്മ പിന്നെ കഴിച്ചു. അതുകൊണ്ട് ചലഞ്ച് ചെയ്യുന്ന ചലഞ്ച്. പാത്രം നീക്കിയെങ്കിൽ വാ കൊണ്ട് പാത്രം കൊണ്ട് നീക്കി കഴിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തൊക്കെയാണ് രസമുള്ളു, ഒറ്റ ലൈഫേ ഉള്ളു. അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ഇങ്ങനത്തെ മെമ്മറീസ് ആയിട്ട് വേണം നമ്മൾ ചാവേണ്ടത് അല്ലേ. അതാണ് ഏറ്റവും വലിയത്. എന്താ ഇതിനൊരു കാര്യം എത്ര എനിക്ക് 2 അൺലക്കി, എനിക്ക് ലക്കി നമ്പർ അല്ല, അൺലക്കി നമ്പറാണ്. ഭാഗ്യം അത് എടുക്കാത്ത. ഇത് പിന്നെ കഴിക്കാൻ തോന്നുന്നു. സത്യം പറഞ്ഞത് കഴിക്കാൻ തോന്നില്ല, ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. ഞാൻ നിൽക്കുന്നില്ല. പാവടാ, അവളെ ആസ്വദിച്ച് ചിക്കൻ കഴിക്കാന്ന് പറഞ്ഞിരുന്നേ. ചിക്കന് വേണ്ടി വേറൊരാളും കൂടെ ഇവിടെ ഉണ്ട്. നമ്മളെ കിങ്ങിനെയും കൂടെ ഉണ്ട് കേട്ടോ. കിങ്ങിനെ താഴെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ കിട്ടാൻ വേണ്ടി. ഇവള് തിന്നെയാണ് പ്ലേറ്റ് കൊണ്ടുപോകണം. അപ്പോഴാണ് ശല്യപ്പെടുത്തും. എപ്പോഴും സൈഡ് കിട്ടുന്നില്ല. മാള് അല്ല ഇങ്ങനെ നോക്കപ്പെട്ടെ, മാള് ഇങ്ങനെ പോലെ തിന്നാണ്. ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് അവള് മാത്രം ഇവിടെ ഉള്ള ആളെന്നാണ്. ഇപ്പൊ നോക്കിയ മാളു ഇങ്ങനെ. എന്നെയല്ല മുറിയത്, ചേട്ടനെ നോക്കിയാ ചെയ്തത്. അപ്പൊ നമ്മളെ നോക്കി മുറി ഇതേപോലത്തെ ഒരു എണ്ണത്തിന് പിന്നെയും വാങ്ങിച്ചു. മാളിന് ഒരാളും കൂടെ വേണം കേട്ടോ സപ്പോർട്ടിന്, പ്ലേറ്റ് നീക്കി കൊടുക്കാൻ. ഇതിന് കൂടെ മൈനസിന് കൂടെ കുറച്ചും എരിയുള്ള സാധനം കൂടെ ഇത്രയും കൊള്ളായിരുന്നു കേട്ടോ. മാളിച്ചിട്ടൊന്ന് സഹായിക്കൂ. ഇനി 4 പീസ് കൊടുത്തു കഴിഞ്ഞാ എന്തായാലും ഞാൻ ചെയ്യും. മാളോട് തോക്കാൻ വേണ്ടി പോണം. 2 മിനിറ്റ് ഉണ്ട്. ടച്ചിങ്സ് വേണോ? കുറച്ച് ടച്ചിങ്സ് കുറച്ച് ടച്ചിങ്സ് പ്ലീസ്, കുറച്ച് ടച്ചിങ്സ്. നമ്മളെ കിങ്ങിനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാന്ന് അറിഞ്ഞൂടെ. കിങ്ങിനി കമോൺ ഹിയർ, കം ഹിയർ. ലാസ്റ്റ് നമ്മളെ കിങ്ങിനെ കാണിച്ചു തരാൻ കേട്ടോ. അത് നല്ല സുന്ദരി കുട്ടിയാണ്.
ഇനി എനിക്ക് ഇത്രയും പീസ് ഉണ്ട്, ഇത് എങ്ങനെ ഇത്ര ഞാൻ കഴിക്കുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എന്തായാലും ഏട്ടനെ ജയിക്കാൻ വേണ്ടി പോകണം. പിന്നെ ഞാനും മാളോട്ടാണ് മത്സരം. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത്രയൊക്കെ കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ വയറ് ഇപ്പോഴും നിറഞ്ഞു, എന്തെന്ന് അറിഞ്ഞൂടാ. എനിക്ക് മതിയായി. ഒരാളെ കൊണ്ട് എനിക്ക് ഇത്രയൊക്കെ കഴിക്കാം, എന്നെ കൊണ്ട് എന്തായാലും ഇത്രയൊന്നും കഴിക്കാൻ പറ്റൂല. പ്ലേറ്റ് പോണം, ടേബിളോടെ എടുത്തോണ്ട് പോകണം. എല്ലാവരും തിന്ന് എണീച്ചാൽ മതിയല്ല. ഒരാൾ തിന്നെണീറ്റാൽ മതി കേട്ടോ. പതിനേഴ് മിനിറ്റ് ആയതേ ഉള്ളൂ കേട്ടോ. നാളെ സ്ട്രാറ്റജി എനിക്ക് എന്തായാലും മനസ്സിലായി. അവിടെ നീ വെറും ലൂസറാണെന്ന് എനിക്ക് മനസ്സിലായി, വേറെ ഒന്നുമല്ല. അവൾ എന്തായാലും തോക്കുമെന്നറിയാം. അവൾ ഇത് നമ്മളെല്ലാം കഴിച്ചെടുത്ത ശേഷം അവൾ ആസ്വദിച്ച് കഴിക്കാൻ, നമ്മളെ കൊതിപ്പിച്ച് കഴിക്കാനാണ് അവൾ ഇരിക്കുന്നത്. ഇവിടെ എന്തായിരുന്നാലും കുഴപ്പമില്ല. കാരണം ഇപ്പം എന്തായാലും എൻ്റെ ഏട്ടൻ ഇപ്പം കഴിച്ച് ചേർക്കും. അപ്പോൾ ഏട്ടൻ എന്തായാലും ക്ലിയറിനാവും. ഞാൻ ഏകദേശം ഇതാ കുറച്ചും കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്തായാലും തോറ്റിക്കണം മാളുവാണ് എന്ന് ഫൈനലാണ്. ഇനി മാളുവിന് എന്ത് ഇനി മാളിന് എന്ത് പണിഷ്മെന്റ് ആണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോണതെന്ന് നമുക്ക് ഏട്ടൻ കഴിച്ചിട്ട് നമുക്കറിയാം. ഓക്കെ, ഏട്ടൻ ഫസ്റ്റ്, ഞാൻ സെക്കൻഡ്, മാളു തേർഡാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് സെക്കൻഡിന് എന്തായാലും ഫസ്റ്റും സെക്കൻഡിന് എന്തായാലും പണിഷ്മെന്റ് ഇല്ല. തേർഡിനാണ് പണിഷ്മെന്റ്. ഏട്ടൻ കഴിച്ചു കഴിഞ്ഞു. എന്തായാലും ഞാൻ സെക്കൻഡാണ്, കാരണം ഞാൻ ഇത്രയും കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രയും ഉള്ളു. പിന്നെ ഇത്രയും ഞാൻ കഴിച്ചു. മാളു തൊട്ടിട്ട് പോലും ഇല്ലാണ്ട്. തൊട്ടിട്ടുണ്ട്, എന്നാലും ഇത്രയും പീസേ ഉള്ളൂ. ബാക്കി ഫ്രണ്ടിലും ഉണ്ട്. ഇവിടെ കണ്ടാ? എന്നാലും ഇല്ല, ഞാനാണ് ജയിച്ചത്. ഞാനല്ലേ ജയിച്ചത്? ഞാനല്ലേ? ഞാനാണ് സെക്കൻഡ്, മാളു തേർഡാണ്. പക്ഷെ എന്നാലും മാളുവിന് ഒരുപാട് ഞാൻ വി ഷുഡ് അപ്രീഷിയേറ്റ് ഹർ, അല്ലേ? യെസ്, വൺ ഹാൻഡ്. കാരണം മാളു വെറും മാവുകൊണ്ട് ഏകദേശം ഇത്രയും ചെയ്തെടുത്തു. ഹാൻഡ്സ് ഓഫ്. അപ്പം നമുക്കിനി പണിഷ്മെന്റിലേക്ക് പോയല്ലേ? നമുക്ക് പണിഷ്മെന്റ് എന്താണെന്ന് അറിയണല്ലോ. ഗ്ലാസ് ഒക്കെ ഇരിക്കുന്നുണ്ട്.